ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ദ്വിതീയ സ്കന്ധം, ഭാഗവത്തിന്റെ പ്രാരംഭം. ശുഖബ്രഹ്മവും പരീക്ഷിത്തും കണ്ടുമുട്ടിയിട്ട് ഭാഗവത്തിലേക്ക് എടുത്തുചാടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശക്രമത്തിലേക്ക് എടുത്തുചാടി അകത്തേക്ക് അധികം പ്രവേശിച്ചതിന് ശേഷമാണ് നാലാമത്തെ അധ്യായത്തിൽ ഈശ്വരസ്തുതി നടത്തുന്നത്. ശുഖ സാരസ്വതം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അത് സ്പർശിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഏതായാലും അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ചില സംഗതികൾ ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ കാണുന്നുണ്ട്. അക്കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചതുശ്ലോകിയിലേക്ക് കടക്കാനുള്ള വേദി ഒരുക്കാൻ ശ്രമിക്കാം. നാമരൂപഗുണാകീർണം ഉത്തമാധമമധ്യമം സ്ഥൂല സൂക്ഷ്മം ജഗത്ത് അന്യജാതം അല്ലെന്ന നിർണയം. ഭാഗവതം രണ്ടാമത്തെ സ്കന്ധം അഞ്ചാമത്തെ അധ്യായത്തില് 6-7 ശ്ലോകങ്ങൾ മാത്രം ഇപ്പോൾ ഇട്ട് ഈ പ്രപഞ്ചം എന്താണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോകത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് നാരദൻ ചോദ്യം ഉന്നയിക്കാൻ പോകുന്നത്. നാമരൂപഗുണാകീർണം ഉത്തമാധമമധ്യമം സ്ഥൂല സൂക്ഷ്മം ജഗത്ത് അന്യജാതമല്ലെന്ന നിർണയം. ഈ ജഗത്തുണ്ടായത് ഈശ്വരനിൽ നിന്ന് തന്നെ. അപ്പോ കാണുന്ന സകല ചരാചരങ്ങളും സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളും, അപ്പൊ ഈ സ്ഥാവരജംഗമാദികൾ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന സകലതും, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ഈശ്വരനിൽ നിന്ന് അന്യമല്ല. അതെല്ലാം തന്നെ ജഗത്ത് അന്യജാതം അല്ല എന്ന നിർണയം. അപ്പൊ ഉറപ്പിച്ചു നാരദര്, ഈശ്വരനിൽ നിന്നാണ് ഇതെല്ലാം തന്നെ സംഭൂതമായത്. അത് ജന്മാദ്യസ്യ എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ബ്രഹ്മത്തിന്റെ നിർവചനം സാധിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന തത്വം അതാണ്. നാമരൂപം, ഗുണങ്ങള് ഇതെല്ലാമുള്ള ഉത്തമം, മധ്യമം, അധമം എന്ന് പറയുന്നതും സ്ഥൂലം, സൂക്ഷ്മം എന്ന് പറയുന്ന ഈ ജഗത്ത്. അപ്പൊ ഈ ജഗത്തെന്ന് പറഞ്ഞാൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഉണ്ടായിട്ടില്ലാതെയാകുന്നതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം തന്നെ ഉണ്ടായത് മറ്റൊന്നിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ്. അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈശ്വരനിൽ നിന്ന് തന്നെ. എന്നിട്ടും അങ്ങ് ഉഗ്രതപസ് ഏകാഗ്രം ചെയ്തു കാണുക. അപ്പൊ എന്നിട്ടും അങ്ങ് തപസ് ചെയ്യുന്നു, അല്ലയോ ബ്രഹ്മാവേ. അച്ഛനാണ്, നാരദന്റെ അച്ഛനായതുകൊണ്ട് അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് ഉഗ്രതപസ്സെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ബ്രഹ്മാവ്. ഇവിടെ ചിന്തിക്കേണ്ടത് ബ്രഹ്മാവ് എന്ന് പറയുന്നതിൽ നിന്ന് സകലം സംജാതമായതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ജഗത്ത് അങ്ങനെ നിന്ന് വ്യത്യസ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഈശ്വരനിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ടും വാസ്തവത്തിൽ അങ്ങ് ഉഗ്രതപസ് ചെയ്യാൻ എന്തേ കാരണം? എന്നിട്ടും അങ്ങ് ഉഗ്രതപസ് ഏകാഗ്രം ചെയ്തു കാണുകയാനി പൂമോഹം. എനിക്ക് ചിന്താക്കുഴപ്പം വരികയാണ്, എന്തെന്നില്ലാത്തൊരു കൺഫ്യൂഷൻ, വ്യക്തമായിട്ട് ധരിക്കാൻ കഴിയുന്നില്ല. അങ്ങ് ഇപ്പോഴും ആരെയാണ് ധ്യാനിക്കുന്നത് ഏകാഗ്രതയോടുകൂടി തപസ്സനുഷ്ഠിക്കാൻ കാരണം എന്തേ? ആർ മീതേ മറ്റൊരാള് എന്ന ശങ്കയാൻ, അല്ലയോ ബ്രഹ്മാവേ, അങ്ങയ്ക്ക് മുകളിൽ ആരാണുള്ളത് എന്ന്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ടും പ്രധാന പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് നാരദര്. ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി എല്ലാ തരത്തിലും ജീവജാലങ്ങളെ ഈശ്വരന്മുഖനാക്കുന്ന, അല്ലെങ്കിൽ ഈശ്വരന്മുഖരാക്കുന്ന വീണാപാണിയായിട്ടുള്ള അദ്ദേഹത്തിന് തന്റെ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അങ്ങിൽ നിന്ന് അന്യമല്ല ഈ കാണുന്ന സകല ചരാചരങ്ങളും, പിന്നെ അങ്ങ് ആരെയാണ് ഈ ധ്യാനിക്കുന്നത്? അങ്ങയേക്കാൾ
കേമനായിട്ട് മറ്റാരെങ്കിലും അങ്ങയുടെ മുകളിലുണ്ടോ? അതിനുള്ള മറുപടിയായിട്ട് 11, 12 ആ 2 ശ്ലോകങ്ങൾ ഒന്ന് ഇപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മൂലത്തിലേക്ക് കടക്കാം. ആർദൻ ഭാസാൽ ഭാസിതമീ വിശ്വത്തെ സൂര്യൻ ഇന്ദുവും ഗർഭക്ഷതാരങ്ങളും പോൽ ഭാസിപ്പിക്കുന്നു ഞാനുമേ. ആർദൻ ഭാസാൽ. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ശോഭിക്കുന്നത് ആരുടെ ശോഭ കൊണ്ടാണോ ആ ശോഭ കൊണ്ടാണ് ഞാനും ശോഭിക്കുന്നത്. ഈ വിശ്വത്തെ ഇത്രമാത്രം പ്രകാശിപ്പിച്ച് കാണിക്കുന്ന ഏതൊരു പ്രകാശമാണോ ഉള്ളത് അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാനും ഭാസിപ്പിക്കുന്നു ഞാനുമേ. ബ്രഹ്മാവായിരിക്കുന്ന ഞാന് സ്വന്തമായിട്ടൊരു പ്രകാശം ജനിപ്പിച്ചുകൊണ്ടല്ല ഇതെല്ലാം തന്നെ പ്രകാശിപ്പിക്കുന്നത്. പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം നല്ലപോലെ ഒന്ന് മനസ്സിലെടുത്തണം. പ്രകാശിപ്പിക്കുക, പുസ്തക പ്രകാശനം നടത്താറില്ലേ? പ്രകാശം കൊടുക്കലാണ്. പ്രകാശം കൊടുത്താലേ കാണാൻ പറ്റൂ. അത്തരത്തിൽ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും പ്രകാശിപ്പിക്കുന്നത് ഞാനല്ല, ആരുടെ പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം തന്നെ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആർദൻ ഭാസാൽ ഭാസിതമീ വിശ്വത്തെ. ഇനി സൂര്യനായാലും ഇന്ദുവായാലും, സൂര്യൻ ഇന്ദുവും സൂര്യേന്ദ്രന്മാരായാലും ഗർഭക്ഷതാരകങ്ങളും, അതായത് നക്ഷത്രജാലങ്ങളായാലും ഗ്രഹങ്ങളായാലും അതുപോലെ ഭാസിപ്പിക്കുന്നു ഞാനുമേ. ഇനി ആരാണ് അതെന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആർദന്മായ വൈഭവത്താൽ സൃഷ്ടവായി ചൊൽവത് എന്നെയും. അപ്പൊ ആരുടെ മായ കൊണ്ടാണോ ഞാനിങ്ങനെ വാസ്തവത്തിൽ സൃഷ്ടി ചെയ്യുന്നത് അതെല്ലാം തന്നെ പറയുന്ന ആ മനസ്സാൽ കുമ്പിടുന്നീൻ ആ ഭഗവാൻ വാസുദേവനെ. വാസുദേവൻ ഈശ്വരൻ. അപ്പൊ ഏതൊരു ഈശ്വരന്റെ പ്രകാശം കൊണ്ടാണോ നമ്മൾ എല്ലാവരും തന്നെ പ്രകാശിക്കുന്നത്, ഞാനെന്ന് പറയുന്ന ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് പോലും അദ്ദേഹത്തിന്റെ മായ കൊണ്ട് സൃഷ്ടി നടത്തുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അധീനമാണ് എന്ന്. അപ്പൊ ആർക്ക് അധീനമാണ് ഇതെല്ലാം തന്നെ നാരദനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്നും നാരദൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. സത്യത്തിൽ നാരദൻ അറിയാൻ പറ്റാത്ത വല്ലതുമുണ്ടോ? ദേവർഷിയായിട്ടുള്ള നാരദൻ സർവജ്ഞനാണ്. എല്ലാ തരത്തിലും അറിവുള്ള അദ്ദേഹം ഇതെല്ലാം ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രത്യേകിച്ചും ഒരു ശിഷ്യ പ്രത്യേക രീതിയിൽ പൊക്കതാവ് ശ്രോതാവ് എന്നുള്ള രീതിയിൽ ഇത് അവതരിപ്പിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടിയായിട്ട് പറയുന്ന 2 ശ്ലോകങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാസ്തവത്തിൽ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? അല്ലയോ ബ്രഹ്മാവെ, അങ്ങ് തപസ്സനുഷ്ഠിക്കുന്നു, ഇതെന്താണ്? അങ്ങ് ആരെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി, എന്നെ പ്രകാശിപ്പിക്കുന്നതും ഞാൻ ജനിപ്പിച്ച സൃഷ്ടജാലങ്ങൾക്കെല്ലാം തന്നെ പ്രകാശം പകരുന്നതും അങ്ങനെ എല്ലാ തരത്തിലും ആർക്ക് അധീനമാണോ ഈ ജഗത്തെല്ലാം ആ വാസുദേവനെ ഞാൻ കുമ്പിടുന്നു. ആർദന്മായ വൈഭവത്താൽ സൃഷ്ടവായി ചൊൽവത് എന്നെയും മനസ്സാ കുമ്പിടുന്നേൻ ആ ഭഗവാൻ വാസുദേവനെ എന്ന് പറഞ്ഞിട്ട് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രയോഗം ഭാഗവത്തിലുള്ള 2 ശ്ലോകങ്ങൾ 16, 17 എല്ലാം നാരായണൻ തന്നെ എന്ന് അതുകൂടി മനസ്സിലേക്കൊന്ന് കടത്തിവിടുക. നാരായണപരം വേദം വിണ്ണോർ നാരായണാംശജ നാരായണാശ്രയാൽ വിശ്വം നാരായണപരം മഖം നാരായണപരം വേദം വിണ്ണോർ നാരായണാംശജ നാരായണാശ്രയം വിശ്വം നാരായണപരം മഖം. യാഗമായാലും എല്ലാം ലോകമായാലും ഒക്കെ ഈ പറയുന്ന നാരായണനെ ആശ്രയിച്ചാണ്. നാരായണപരം യോഗം നാരായണപരം തപം നാരായണപരം ജ്ഞാനം തൽപരം മോക്ഷവും തഥാ. അപ്പൊ എല്ലാ തരത്തിലും യോഗമായാലും തപസ്സായാലും അറിവായാലും ഇതെല്ലാം മോക്ഷം പോലും നാരായണനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പൊ 2 നാമങ്ങൾ ഇവിടെ നമുക്ക് കിട്ടിയതൊന്ന് വാസുദേവൻ. വാസുദേവനെ ഞാൻ ഭജിക്കുന്നു, നാരായണനെ ഞാൻ ഉപാസിക്കുന്നു. അപ്പൊ ഇത്തരത്തിലെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ധരിപ്പിക്കുകയാണ്, എനിക്കും വാസ്തവത്തിൽ മുകളിലായിട്ട് ആ ഈശ്വര ചൈതന്യം അത് വാസുദേവനാണ്, അത് നാരായണനാണ്. അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള സ്വാധീനം കൊണ്ട് ആ പ്രകാശത്തിലാണ് ഞാൻ പ്രകാശിക്കുന്നത്, എന്റെ സൃഷ്ടജാലങ്ങൾക്കെല്ലാം തന്നെ പ്രകാശം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കാണുന്നത് 36 മുതലുള്ള ശ്ലോകങ്ങൾ മൂലത്തിലേക്ക് നമുക്ക് പിന്നാലെ കടക്കാം. ചൊൽവോ വിജ്ഞാതതംഗങ്ങൾ, ആ നാരായണന്റെ അല്ലെങ്കിൽ ആ വാസുദേവന്റെ അംഗങ്ങൾ, ഓരോരോ അവയവങ്ങൾ. ചൊൽവോ വിജ്ഞാതതംഗങ്ങൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞതായി. അപ്പൊ ഈ കാണുന്ന സകലതും ആ നാരായണന്റെ ആ വാസുദേവന്റെ അവയവങ്ങളാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഈ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഇനി മൂലത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആ ഗാംഭീര്യം ഒന്നുകൂടി വ്യക്തമാകും.
അപ്പൊ എല്ലാ തരത്തിലും പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്ന് വ്യതിരിക്തമല്ല, അദ്ദേഹത്തിന്റെ സ്ഥൂലമായിട്ടുള്ള പ്രകൃതിയാണ്, അഥവാ അദ്ദേഹത്തിന്റെ അംഗങ്ങളാണ്. ഏതൊരു ഈശ്വരന്റെ അവയവങ്ങളാണോ ഈ പറയുന്ന ലോകം, ആ ലോകം ജഘനം തൊട്ട് ഊർധ്വം 7, ആ ഈശ്വരൻ നാരായണന്റെ അല്ലെങ്കിൽ വാസുദേവന്റെ സാക്ഷാൽ ജഗതീശ്വരന്റെ അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് 7 ലോകം, ജഘനം തൊട്ട് ഊർധ്വം മേൽപോട്ടേക്ക് 7, കടി തൊട്ട് 7 താഴെയും അരക്കെട്ട് മുതൽ താഴത്തേക്ക് 7. അങ്ങനെ 7 14 ലോകങ്ങളെ ഇതെല്ലാം തന്നെ സവിസ്തരം അടുത്ത ഞായറാഴ്ച നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ആ അധ്യായം മുഴുവൻ അഥവാ ആ സ്കന്ധം മുഴുവൻ ഒന്നൊരു ഓട്ടപ്രദർശനം നടത്തി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലക്കെട്ട് ഉറപ്പ് ഉണ്ടാക്കിയെടുക്കുക, കെട്ടുറപ്പ് എന്ന് പറയാം. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഏതൊരു ഈശ്വരനാണോ സകലത്തിനും ആധാരം, ആ ഈശ്വരന്റെ അരക്കെട്ട് മുതൽ മേൽപോട്ടേക്കാണ് 7 ലോകങ്ങൾ, കടി എന്ന് പറയുന്ന അരക്കെട്ട് മുതൽ താഴത്തേക്കാണ് 7 ലോകങ്ങൾ, 7 7 14 ലോകങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ദ്വിതീയ സ്കന്ധത്തിൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നതോടൊപ്പം അവിടെ സ്ഥൂലമായിരിക്കുന്ന ഈശ്വരന്റെ പ്രകൃതത്തെയും ഇദ്ദേഹം ധ്യാനിക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പരീക്ഷത്തിന്. വിരാട് സ്വരൂപത്തെയെല്ലാം തന്നെ വർണ്ണിച്ച് ആ വിരാട് ഭാവത്തെ ഒന്നുകൂടി നമുക്ക് കനത്ത രീതിയിൽ ഇട്ട് തരുന്ന ആ വേദിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ടാണ് അരക്കെട്ട് മുതൽ അപ്പൊ വിരാട് ഭാവമായി സ്ഥൂല പ്രകൃതിയായി ഈശ്വരന് ഒരു രൂപം നമ്മൾ കൽപ്പിക്കുകയാണ്. അപ്പൊ ആ രൂപനോ നിർഗുണനോ ഒക്കെ ആയിരിക്കുന്ന സൂക്ഷ്മസ്വരൂപനായ ഈശ്വരന് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവയവങ്ങളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് ഒരു 7 ലോകങ്ങൾ കാണാം, അതുപോലെ അരക്കെട്ട് മുതൽ താഴത്തേക്ക് ഒരു 7 ലോകങ്ങൾ കാണാം. ഇതാണ് പ്രപഞ്ചം. അപ്പൊ ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചുറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈശ്വരനല്ലാതെ മറ്റ് യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഓംകാരം എന്ന് പറയുന്ന പ്രണവത്തിൽ നാം ആരോപിക്കുന്ന ഈശ്വര തത്വം അത് തന്നെയാണ് വാസ്തവത്തിൽ ഈ പ്രകൃതി എന്ന് പറയുന്ന പ്രപഞ്ചത്തിലും ഉള്ളത്. സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങൾ എന്ന് മാത്രം നേരത്തെ നിങ്ങൾ വായിച്ചു കാണും. നാമരൂപഗുണാകീർണം ഉത്തമാധമ മധ്യമം സ്ഥൂല സൂക്ഷ്മം ജഗത്ത് അന്യജാതമല്ല എന്ന നിർണയം. അപ്പൊ ഈശ്വരനിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും ഈ പറയുന്ന ജഗത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യവുമല്ല. അപ്പൊ എല്ലാ തരത്തിലും ഈശ്വരന്റെ പ്രകൃതം തന്നെയാണ്, അതിൽ ശരീരം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ആ ഭാവം തന്നെയാണ്, അംഗപ്രത്യംഗങ്ങളാണ്. ഈ പറയുന്ന ജഗത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് 7, അതുപോലെ അരക്കെട്ട് മുതൽ താഴത്തേക്ക് 7 എന്ന് പറയുന്ന ലോകങ്ങളെ പറ്റി പറയാൻ പോവുകയാണ്. ഈ സന്ദർഭത്തില് നമ്മൾ ചിന്തിക്കുന്നത് ആധ്യാത്മികമായിട്ടുള്ളൊരു വിഷയമാണ്. ഭാഗവതത്തിന് അടിസ്ഥാനം നമ്മൾ ആധ്യാത്മികമായിട്ട് ഉണരണം, ഉയരണം, എന്നിട്ട് ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് എത്തണം. അരക്കെട്ട് മുതൽ മേൽപോട്ടേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് വരുമ്പോഴാണ് കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലായിട്ട് നാം പഠിക്കാൻ ശ്രമിച്ച മൂലാധാരമായിട്ടും അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ലിംഗമായിട്ടും അത് കഴിഞ്ഞ് മണിപൂരം എന്ന് പറയുന്ന നാഭീപ്രദേശമായിട്ടും അനാഗതം എന്ന് പറയുന്ന ഹൃദയഭാഗമായിട്ടും വിശുദ്ധി എന്ന് പറയുന്ന കണ്ഠപ്രദേശമായിട്ടും നെറ്റിത്തടം എന്ന് പറയുന്ന ഭ്രൂമധ്യം ആജ്ഞാചക്രമായിട്ടും 7ാമത്തെ സഹസ്രാരം എന്ന് പറയുന്ന തലയായിട്ടും വർണ്ണിച്ചത്. ഇത് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഘടിപ്പിച്ചത്. നമ്മുടെ ശരീരത്തിനുമുണ്ട് അരക്കെട്ട് മുതൽ മേൽക്കോട്ടേക്ക്, നമ്മുടെ ശരീരത്തിനുമുണ്ട് അരക്കെട്ട് മുതൽ താഴത്തേക്ക്. അങ്ങനെയാണ് ശരീരം. ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ കേട്ട് കാണും, ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ 3ആയിട്ട് തിരിച്ചൂടെ. കഴുത്ത് മുതൽ മേൽപോട്ടേക്കുള്ള ഉത്തമാംഗത്തെ അവർ വാഗ്ഭവകൂടം എന്ന് പറഞ്ഞു. കഴുത്ത് മുതൽ അരക്കെട്ട് വരേക്കുള്ളതിനെ മധ്യകൂടം എന്ന് പറഞ്ഞു. ശക്തികൂടം എന്ന അരക്കെട്ട് മുതൽ താഴത്തേക്കുള്ളതിനെ പറ്റി പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. അരക്കെട്ട് മുതൽ മേലോട്ട് 7 സ്ഥലങ്ങളുണ്ട്, 7 തലങ്ങളുണ്ട്, 7 ലോകങ്ങളുണ്ട്. അതുപോലെ അരക്കെട്ട് മുതൽ താഴത്തേക്കും 7 സ്ഥലങ്ങളും 7 ലോകങ്ങളും ഉണ്ട് എന്ന്. ആ 7 ലോകങ്ങളെ ഇത്തരത്തിലൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പിന്നാലെ ഈ അടല വിതല സുതലം എന്നൊക്കെ പറയുന്ന താഴത്തേക്കുള്ളതും അതുപോലെ സത്യലോകം വരേക്ക് ഈ തലയിലേക്ക് ഉള്ള ആ ലോകങ്ങളെ പറ്റി എല്ലാം തന്നെ പിന്നാലെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരവുമായിട്ടൊന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്ന ലോകത്തിന്റെ ഈ പിണ്ടാണ്ഡം എന്ന് പറയുന്ന ശരീരം ഒരു ചെറിയ പതിപ്പാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ലോകം ഏത് എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം ആ ലോകത്തിന്റെ ഒരു ചെറിയ റെപ്ലിക്ക, അതിന്റെ ഒരു ശരിപ്പകർപ്പാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ഇരുന്ന് തന്നെ കേൾക്കണം. അപ്പോൾ നമ്മുടെ അരക്കെട്ട് അത് മുതൽ 7 ലോകങ്ങൾ ഈ ഈശ്വരന്റേതായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്ന ഭഗവാന്റെ രൂപത്തിന്റെ അതും അരക്കെട്ട് മുതൽ മുകളിലേക്ക് 7 ലോകങ്ങൾ എന്ന് പറയുന്ന
ആ ലോകങ്ങൾ ശരീരത്തിൽ തന്നെ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ യോഗ സാധന എളുപ്പമാവും. അതുകൊണ്ടാണ് മൂലാധാരം മുതൽ തലവരേക്ക് 7 ആധാരചക്രങ്ങളെ 7 ലോകങ്ങളായിട്ട് എടുക്കുക. ആ ലോകങ്ങൾ പിന്നാലെ. അതുപോലെ അരക്കെട്ട് മുതൽ താഴത്തേക്ക് പാദതലം എന്ന് പറയുന്ന പാതാളം വരേക്ക് അവിടെയും 7 ലോകങ്ങൾ. അത് അധപ്പതനത്തിന്റെ രീതിയാണ്. അപ്പൊ എല്ലാ തരത്തിലും നിങ്ങൾക്ക് അധപ്പതനമാണെങ്കിൽ അരക്കെട്ടിൽ നിന്ന് താഴത്തേക്ക് പോകാം. അല്ല, നിങ്ങൾക്ക് വാസ്തവത്തിൽ മുകളിലേക്കുള്ള ഊർധ്വലോക ഗമനമാണ് ആവശ്യമെങ്കിൽ അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് പോകാം. ഇതാണ് 7 മേൽപോട്ട് 7 താഴത്തേക്ക് 14 ലോകങ്ങൾ. അതിനെപ്പറ്റിയെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആ വിരാട് ഭാവത്തെ നമുക്ക് അടുത്ത ഞായറാഴ്ച ഇതിനെ ഒന്നുകൂടി നമുക്ക് കടന്നു കയറി ചിന്തിക്കാം. അതിനു മുമ്പ് നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി ഇവിടെ ആലോചിച്ചുറപ്പിക്കേണ്ടതുണ്ട്. അവതാരങ്ങളെ പറ്റിയെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന ദ്വിതീയ സ്കന്ധത്തിലെ 5, 6, 7, 8, 9 ആ 9 കഴിഞ്ഞാൽ 10ാമത്തെ അധ്യായത്തോടുകൂടി പര്യവസാനിക്കുകയാണ് 2ാമത്തെ സ്കന്ധം. അതിൽ വിരാട് വിഭൂതിയാണ് അല്ലെങ്കിൽ വിരാട് എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആ ആകൃതി, ഈശ്വരന്റേതായിട്ടുള്ള ഭാവം, അവിടെയാണ് 7 മേപ്പോട്ട് 7 താഴത്തേക്ക് എന്ന് പറയുന്നതിന് വിവരിക്കുന്ന ആ വിരാട് ഭാവത്തെ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവതാരങ്ങൾ പറയുകയാണ്. ഈ ബ്രഹ്മനാരദ സംവാദത്തിലെ ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ച് ഉത്തരം വാങ്ങിയെടുക്കുന്നത് ഭഗവാന്റെ അവതാരങ്ങളെ സംബന്ധിച്ചാണ്. ഇതെല്ലാം തന്നെ കുറച്ച് കടന്ന് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങ് എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ചത്? നാരായണനാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ, വാസുദേവനാണ് പരമ്പൊരുളെന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ പ്രകാശത്തിലാണ് ഞാൻ പ്രകാശിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർത്തപ്പോൾ, അതിനെപ്പറ്റി അറിയാനായിട്ട് എന്തെല്ലാമാണ് അങ്ങ് ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം തപസ് ചെയ്ത കാര്യത്തെ പറ്റി പറയുകയാണ്. അത് വാസ്തവത്തിൽ 9ാമത്തെ അധ്യായം. അവിടെയാണ് അതിപ്രശസ്തമായിരിക്കുന്ന ചതുശ്ലോകി എന്ന് പറയുന്ന ഗീത. 4 ശ്ലോകങ്ങളെ കൊണ്ട് ഭാഗവതത്തിന്റെ ക്രക്സ്, അതിന്റെ അന്തസത്ത നമുക്ക് വിളമ്പിത്തരുന്ന 4 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ പറയുന്ന 9ാമത്തെ അധ്യായം ദ്വിതീയ സ്കന്ധത്തില്. അവിടെ വാസ്തവത്തിൽ ഇദ്ദേഹം എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതചര്യ ചിട്ടപ്പെടുത്തിയത്, അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് സ്പർശങ്ങളിൽ ഷോഡശം, ഏകവിംശം. അപ്പൊ സ്പർശം എന്ന് പറയുന്നത് ഇതുവരേക്ക് സ്പർശങ്ങൾ 25 അക്ഷരങ്ങളാണ്. കചടതപ, കാചടതപ ഇത്യാദി 25 അക്ഷരങ്ങൾ. അപ്പൊ ഈ 25 അക്ഷരങ്ങൾ സ്പർശം എന്ന് പറയുന്നതില് സ്പർശങ്ങളിൽ ഷോഡശം, അതുപോലെ ഏകവിംശം 21. സ്പർശം എന്ന് പറയുന്ന ഈ കവർഗം ചവർഗ ഇത്യാദികളില് 16ാമത്തേതും 21ാമത്തേതും ചേർന്നുള്ളൊരാ ആ കഥ 2 വട്ടവും കേൾക്കായി വാനിൽ ഏതാണ് അകിഞ്ചനന്മാർദൻ വിജ്ഞര് ഉത്കൃഷ്ട ആകുന്നതിന് വേണ്ടി, വിജ്ഞന്മാരായി തീരുന്നതിന് വേണ്ടി, ഉത്കൃഷ്ടത പ്രാപിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഒരു അശരീരി കേട്ടു എന്ന്. ഈ ബ്രഹ്മാവ് കേട്ടത് സ്പർശങ്ങൾ എന്ന് പറയുന്ന കവർഗം ചവർഗ ഇത്യാദി, അതില് 16ാമത്തേത് എന്ന് പറയുന്ന ത എന്നൊരു ശബ്ദം, 21ാമത്തേത് എന്ന് പറയുന്ന പ എന്നൊരു ശബ്ദം, അതിങ്ങനെ ആവർത്തിച്ച് 2 പ്രാവശ്യം കേട്ടു. ത പ എന്ന് കേട്ടു എന്ന്. അപ്പൊ അവിടെയാണ് എന്തുകൊണ്ടാണ് അങ്ങ് തപിക്കുന്നത് എന്ന് ചോദിച്ചതിനുത്തരം വാസ്തവത്തിൽ ഈ അശരീരിയാണ് തപസ്സിന് കാരണം. അദ്ദേഹം തപസ്സരക്ഷിക്കാൻ കാരണം, തപസ്സരക്ഷിച്ചെങ്കിൽ മാത്രമേ തന്റെ ഉറവിടം മനസ്സിലാവൂ. ആ ഉറവിടം മനസ്സിലാക്കാനായിട്ട് ശക്തമായിട്ടുള്ള തപസ്സിന് ഞാൻ വിധേയനാകണമെന്ന് മനസ്സിലാക്കിയത് ഈ അശരീരി കൊണ്ടാണ്. അപ്പൊ ആകാശത്ത് നിന്ന് ഈ ശബ്ദം ത പ എന്നിങ്ങനെ 2 പ്രാവശ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തപസ് ചെയ്യാനുള്ള വ്യഗ്രതയുണ്ടായി, ടെൻഡൻസി ഉണ്ടായി. ആ തപസ്സിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് സൃഷ്ടിവൈഭവം ഉണ്ടായത്. തപസ്സാണ് എല്ലാത്തിനും കാരണമെന്ന് നമ്മൾ അന്യത്ര ഓരോരോ അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി ഗഹനമായിട്ട് പഠിക്കും. അപ്പൊ ഏതായാലും ആ വിഷയത്തിലേക്ക് ഓടിക്കടന്നത് ഇടയ്ക്കുള്ളത് അടുത്ത ഞായറാഴ്ചയും കൂടി ഉപയോഗിച്ചുകൊണ്ടേ പൂർണ്ണമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതായാലും തപസ് എന്ന് പറയുന്നത് അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന രംഗത്തേക്ക് എത്തി. എന്തിനും തപസ് ആവശ്യമാണ്. സൃഷ്ടിക്കാനുള്ള ശക്തി സമാർജിക്കാനായിട്ട് തപസ് വേണം എന്ന് പറയുന്ന പോലെ ജ്ഞാനം, അറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും തപസ് വേണം. അപ്പൊ ഏതൊരു ജ്ഞാനമാണോ എന്നെ യോഗ്യനാക്കി തീർക്കുന്നത്, മോക്ഷപ്രാപ്തനാക്കി തീർക്കുന്നത്, അതുപോലെ വാസ്തവത്തിൽ ഞാൻ ആര് എന്ന് വ്യക്തമായിട്ട് ധരിക്കാൻ ഇടവരുത്തുന്നത്, അതിനു വേണ്ടിയിട്ട് തപസ്സരക്ഷിച്ചേ മതിയാവൂ എന്ന് ആ ശ്ലോകം മലയാളീകരിച്ചത് മാത്രം ഇത്തവണ സ്പർശങ്ങളിൽ ഷോഡശം, ഏകവിംശം 21 ചേർന്നുള്ളൊരാ വാക്ക് കഥ 2 വട്ടവും ആ വാക്ക് അഥ, അത്തരത്തിലൊരു വാക്ക് താപ
ചേർന്നുള്ളൊരാ വാക്ക് അഥ രണ്ടു വട്ടവും കേൾക്കായി വാനിൽ. അപ്പൊ ഈ ആകാശത്ത് നിന്ന് രണ്ടു പ്രാവശ്യം തപ തപ എന്ന് കേട്ട് അകിഞ്ചനന്മാർ തൻ ധനം, തപസ് തപസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവന്മാർക്ക് വാസ്തവത്തിൽ ധനമാണ്. അത് വിജ്ഞന്മാര്, ആ വാസ്തവത്തിൽ എല്ലാവരും വിജ്ഞരാകാനായിട്ട് ആഗ്രഹിച്ചവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി കൂടിയാണ് തപസ് എന്ന് കേട്ടിട്ട് തപസ്സിൽ അദ്ദേഹം മുഴുകുകയാണ്. അപ്പൊ ഇവിടെ ദ്വിതീയ സ്കന്ധത്തിൽ അവതാര കഥകൾ പറയുന്നുണ്ട്. വരാഹാവതാരം മുതൽ നമ്മൾ വായിക്കാനിരിക്കുന്ന ആ അവതാരങ്ങളെ എല്ലാം തന്നെ സ്പർശിച്ചുകൊണ്ടൊരു അധ്യായം മുന്നോട്ട് പോകുന്നുണ്ട്. വിരാട് ഭാവത്തെ എല്ലാം തന്നെ വർണ്ണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തപസ്സിന്റെ പ്രാധാന്യം എല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് 9ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നത്. അടുത്ത ഞായറാഴ്ചയും നമ്മൾ പുറകോട്ടേക്ക് ഒന്ന് കടന്നിട്ട് ഈ വക കാര്യങ്ങളൊന്ന് നല്ലപോലെ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിനു മുൻപ് വാസ്തവത്തിൽ ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതം അദ്ദേഹത്തിന് കിട്ടിയത് ഏതൊരു പ്രകാശമാണോ എന്നെ പ്രകാശിപ്പിക്കുന്നത്, ആത്യന്തികമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ട ഏതൊരു നാരായണ തത്വവും അല്ലെങ്കിൽ വാസുദേവ തത്വവുമാണോ ഈ പ്രകാശമായിട്ട് വർത്തിക്കുന്നത്, ആ നാരായണനെ ഞാൻ തപസ് ചെയ്തു അല്ലെങ്കിൽ തപസ്സിന്റെ ഫലമായിട്ട് നാരായണനെ കിട്ടി, കണ്ടു കിട്ടി എന്ന് തപ എന്നുള്ള അശരീരി കൊണ്ട് അദ്ദേഹത്തിന് വാസ്തവത്തിൽ തപസ്സനുഷ്ഠിക്കാനുള്ള പ്രേരണ കിട്ടിയപ്പോൾ തപസ്സനുഷ്ഠിച്ചിട്ട് അതിന്റെ ഫലമായിട്ട് ഏതൊരു പ്രകാശമാണോ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അത് കിട്ടി, അദ്ദേഹത്തെ ദർശിക്കാൻ സാധിച്ചു. ആ വിഷയമാണ് നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടു പോരേണ്ടത്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ എന്നെല്ലാം പറയുന്ന പൊരുൾ. അപ്പൊ അകത്തേക്ക് കടക്കുമ്പോൾ ആത്മജ്യോതിസ് എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെ നമുക്ക് പിടികിട്ടുന്നത് എന്ന് സാക്ഷാത്കാരത്തിന്റെ ഒരവസാനത്തെ അവസ്ഥയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത്, എപ്പോഴും ബ്രഹ്മാവ്, മറ്റൊരിടത്ത് നിങ്ങൾ വായിക്കാനിരിക്കുന്ന ബ്രഹ്മാവ് തന്റെ മൂലം തേടിപ്പോയി എന്നാണ്. മൂലം നമ്മളെല്ലാവരും തന്നെ അന്വേഷിക്കുന്ന നമ്മുടെ ഉറവിടമാണ്. നമ്മൾ ഇവിടെ നിന്ന് വന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത് തേടിക്കൊണ്ടിങ്ങനെ ഇറങ്ങും, അല്ലെങ്കിൽ അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഈ അന്വേഷണം ചെന്ന് എത്തുന്നത് എങ്ങും എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും. നമ്മുടെ മൂലം കണ്ടുപിടിക്കാൻ അത്രമാത്രം വൈഷമ്യമുണ്ടോ എന്ന്. അപ്പൊ എല്ലാ തരത്തിലും നമ്മളെല്ലാവരും എവിടെ നിന്ന് പോന്നു എന്നുള്ള ആ ചിന്ത, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉറവിടം മൂലം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഇദ്ദേഹം വാസ്തവത്തിൽ തപസ്സിന് വിധേയനാകാനുണ്ടായത്. താഴത്തേക്ക് പോയി എന്ന് ആ കഥ ഒന്ന് നല്ലപോലെ ചിന്തിക്കണം. ബ്രഹ്മാവാണ് നാരദനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന ബ്രഹ്മാവ് ഇരിക്കുന്നത് പത്മത്തിലാണ്. താമരപ്പൂവിലിരിക്കുന്ന ഇദ്ദേഹം പ്രളയജലധിയില് ചുറ്റുപാട് പ്രളയമാണ്. അതിന്റെ ഒരു ഭാഗത്തിങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു സോളിറ്ററി ഒരേ ഒരു ആ താമരപ്പൂവിന്റെ നടുവിൽ കുത്തിയിരിക്കുന്ന ഇദ്ദേഹം ചുറ്റുപാട് നോക്കിയപ്പോൾ അന്താളിച്ച് എവിടെ നിന്നാണ് ഞാൻ വന്നതെന്ന് പിടികിട്ടാതെ തന്റെ ഉറവിടം തേടിക്കൊണ്ട് പത്മത്തിന്റെ നാളത്തിലൂടെ താഴത്തേക്ക് പോയി എന്നാണ്. അല്പം ഒന്ന് ചിന്തിച്ചാൽ ഒരു ഗഹനമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇട്ടുതരാൻ പറ്റും. തലയിൽ കയറിയിരിക്കുന്ന ബ്രഹ്മാവ് താഴത്തേക്ക് പോകുന്ന ഗതികെട്ടൊരവസ്ഥ പിടുത്തം കിട്ടിയാവോ? തലയിൽ കയറി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തലയിൽ കയറുക. പക്ഷെ തല എന്ന് പറയുന്ന സഹസ്രാര പത്മം, നേരത്തെ അത് പറയാൻ കാരണം അതാണ്. അത്തരത്തിലുള്ള സഹസ്രാര പത്മത്തിൽ കയറി ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിന് താഴത്തേക്ക് തന്റെ മൂലം തേടി തന്റെ വേരുകൾ തേടിക്കൊണ്ട് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് അധപ്പതനത്തിന്റെ വഴിയാണ്. എന്നിട്ട് ഇദ്ദേഹം താഴത്തേക്ക് ഇങ്ങനെ പോയി, കുറെ ദൂരം, കുറെ നാള്, കുറെ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എങ്ങും എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലേക്ക്, കാരണം മൂലം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം അഗാധ തലത്തിലാണ് തന്റെ ഉറവിടം എന്ന് മനസ്സിലായി. പ്രളയജലധിയിൽ ചെളിക്കുണ്ടില് അങ്ങനെ ആഴ്ന്നു കിടക്കുന്ന ഈ അതിൻ്റെതായിട്ടുള്ള മൂലം, അതായത് താമരത്തണ്ടിൻ്റെതായിട്ടുള്ള കന്തം എന്ന് പറയാം, അല്ലെങ്കിൽ ആ കിഴങ്ങ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട്. താമരത്തണ്ടിലൂടെ അനവധി കാലം ഇങ്ങനെ താഴത്തേക്ക് പോയിട്ടും അത് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ തിരിച്ചു പോരാൻ കാരണമാണ് നേരത്തെ പറഞ്ഞ അല്ലയോ ബ്രഹ്മാവേ, യാന്ത്രികമായിട്ട് ശാരീരികമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാരീരിക പ്രയത്നം കൊണ്ട് നിനക്ക് കിട്ടുന്നതല്ല നിന്റെ മൂലം. ഇത്തരത്തിൽ നീ ഓടി നടന്നാൽ അല്ലെങ്കിൽ അത്തരത്തിൽ നീ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ കുറെ നാൾ കഴിഞ്ഞാലും നിനക്ക് അത് കിട്ടുന്ന ഒരു കാര്യമല്ല എന്ന്. അപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് പിടിക്കുന്ന ഈ സംഗതി കായികാഭ്യാസം കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ദേവീഭാഗവതത്തിലും ശിവപുരാണത്തിലും മറ്റൊരു കഥ കാണുന്നുണ്ട്. ഈ ബ്രഹ്മാവ് ഹംസമായിട്ട് മുകളിലേക്ക് പറന്നൊരു കഥ. ഹംസമായിട്ട് മുകളിലേക്ക് പറന്നത് ശിവന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഗ്നിസ്തംഭത്തെ കണ്ടിട്ട് അതിന്റെ ഉറവിടം താഴത്തേക്ക് എവിടെയാണെന്ന് നോക്കാനായിട്ട് വിഷ്ണു പോയപ്പോൾ തലയിലേക്ക് അതിന്റെ മറ്റേ അറ്റം കണ്ടുപിടിക്കാമെന്ന് കരുതി ഹംസം എന്ന് പറയുന്ന തന്റെ വാഹനത്തിൽ പക്ഷിയാണ്.
ആ പക്ഷിശ്രേഷ്ഠന്റെ മുതുകിൽ കയറിക്കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പറന്നു. പക്ഷേ എത്രയെത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഹസ്രാബ്ദങ്ങൾ ഇങ്ങനെ പിന്നിട്ടിട്ടും എത്തം പിടിയും കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ മുകളിലേക്ക് ഇങ്ങനെ പറന്ന് ഉയരുന്നുണ്ട്. പക്ഷേ അവിടെ മുകളിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു കൈതപ്പൂവ് ഇങ്ങനെ ഊർന്നു വരുന്നതും അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രഹ്മാവ് കള്ളം പറയുന്നതും. അനാദിയായിട്ടുള്ള ആത്യന്ത വിഹീനമായിരിക്കുന്ന ഈശ്വരതത്വം, ആ ഈശ്വരതത്വത്തെ അപ്രാപ്യം എന്ന് പറയുന്ന ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് നമ്മൾ കായികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബലം പ്രയോഗിച്ചുകൊണ്ട് അതിനെ നേടാമെന്നുള്ള വ്യാമോഹം വേണ്ട എന്ന ആ കഥയിൽ സൂചിപ്പിക്കുകയാണ്. അല്ലയോ ബ്രഹ്മാവേ, നീ ഇത്രമാത്രം പറക്കാശേഷിയുള്ള ഹംസത്തിന്റെ പുറത്ത് കയറിയാണ് പോയത്. ഹംസം എന്ന് പറഞ്ഞാൽ ആത്മാവ്. അന്യത്ര നമ്മൾ വീണ്ടും അതിനെപ്പറ്റി അറിയാൻ ഇടവരും. അപ്പൊ ഏതായാലും മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോകാൻ ആകാശതലത്ത് അനവധി ദൂരം ഇങ്ങനെ പോകാൻ കഴിവുള്ള പക്ഷി ശ്രേഷ്ഠന്റെ മുതുകിൽ കയറി മുകളിലേക്ക് പോയിട്ടും എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ ബ്രഹ്മത്തിനുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ ഉറവിടം എന്ന് പറയുന്ന ബ്രഹ്മമാണ്. നേരത്തെ പറഞ്ഞത് എന്താ? സകലചരാചരങ്ങൾക്ക്, സ്ഥാവരജംഗ വസ്തുക്കൾക്ക്, സ്ഥൂല സൂക്ഷ്മ സംഗതികൾക്കെല്ലാത്തിനും ഉറവിടമായത്, പ്രകാശമായത് ഈ പറയുന്ന ഈശ്വര ചൈതന്യമാണോ എന്ന് പറയുമ്പോൾ അന്വേഷിക്കുന്ന അതാണ്. എന്നെ തേടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് പോകുന്നു എന്ന്. ഞാൻ എവിടെ നിന്നാ പോകുന്നത് നേരത്തെ വ്യക്തമാക്കി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കേണ്ടത് ഏതൊരു ബ്രഹ്മമാണോ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായിട്ടുള്ളത്, അത് തന്നെയാണ് വാസ്തവത്തിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിക്ക് ഹേതു. ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിക്ക് ഹേതുവായിട്ടുള്ള ഈശ്വരനെ തേടിയാണ് ഇദ്ദേഹം മൂലം തേടിപ്പോയത് എന്നുള്ള കഥയിലൂടെ, അല്ലെങ്കിൽ തന്റെ ഉറവിടം തേടിക്കൊണ്ടു പോയത് എന്നുള്ള കഥയിലൂടെ മനസ്സിലാക്കുമ്പോൾ തന്റേതായിട്ടുള്ള ഉറവിടം എന്ന് പറയുമ്പോൾ ഈശ്വരനാണ്. ആ ഈശ്വരനെ തേടിപ്പോയി എന്ന്. അങ്ങനെ ഈശ്വരനെ തേടിപ്പോകുന്ന ആ സന്ദർഭത്തിലാണ് തപ എന്ന് ഇങ്ങനെ ആ ശരീരം കേട്ടിട്ട് ശാരീരിക വ്യായാമം കൊണ്ട് യാതൊരു ഗുണവും കിട്ടുകയില്ല എന്നുള്ള ഉറപ്പായപ്പോൾ നേരെ തിരിച്ചു വന്ന താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് ധ്യാനത്തിന് നിമഗ്നമായി, അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ചു. ഇതാണ് നാരദൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തപസ്സനുഷ്ഠിക്കുന്നു എന്തിനാ? ജ്ഞാനം ഉണ്ടാകാൻ, അറിവുണ്ടാകാൻ, എന്നെ പറ്റി എനിക്ക് ബോധം ഉണ്ടാകാൻ, ഈശ്വരനെ പറ്റി വ്യക്തമായ ധാരണയുണ്ടാകാൻ. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ജ്ഞാനം ഉദിക്കുന്നതിന് വേണ്ടിയിട്ട് തപസ് അനിവാര്യമാണോ എന്ന് ഈ ഭാഗം സൂചിപ്പിക്കുകയാണ്. ഇനി ആ ചതുശ്ലോകി ഒന്ന് ഏകദേശം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മൾ അടുത്ത ഞായറാഴ്ചയിൽ വീണ്ടും ഒരു പ്രയത്നം, ഇത്തരത്തിലൊരു പ്രയാണം, ഒരു പര്യടനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈശ്വരനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ഈശ്വരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കാരണമില്ലാത്ത, അദ്ദേഹത്തിനൊരു കാരണമില്ല, അങ്ങനെ കാരണമില്ലാത്ത എന്ന എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഈശ്വരൻ, അദ്ദേഹത്തിന്റെ പ്രകാശം കൊണ്ട് ബ്രഹ്മാവ് പോലും ശോഭിക്കുന്നു, ഇതര ജീവജാലങ്ങളും സകലതും എല്ലാം തന്നെ ഇങ്ങനെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് തപസ്സിലൂടെയാണ്. അല്ലെങ്കിൽ ഈ തപാതപ എന്ന് പറയുന്ന ആ ശരീരവാക്കനുസരിച്ച് അതേ രീതിയിൽ തപസ്സനുഷ്ഠിച്ച അദ്ദേഹത്തിന് ഈശ്വര ദർശനം കിട്ടിയത് നാരായണൻ അവതരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഓം ഭഗവാൻ പറയുന്നത് മുതൽ ആ 4 ശ്ലോകങ്ങളും അതിന്റെ ആമുഖവും അതിന്റെ പിന്നാലെയുള്ളതും നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് ഹൃദയത്തിലേക്ക് കയറ്റാൻ. കാരണം ഇതാണ് ഭാഗവതത്തിന്റെ മൂലം, ഭാഗവതത്തിന്റെ മൂലം, ഭാഗവതത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മൂലം തേടിയാണ് അപ്പോൾ ഈശ്വരനെ കിട്ടിയ പോലെ ഈശ്വരനാണ് മൂലം എന്ന് മനസ്സിലായപ്പോൾ, ആ ഈശ്വരനിൽ നിന്ന് ഉടലെടുത്താണ് സകലതും എന്ന് വ്യക്തമായപ്പോൾ, അപ്പോൾ വാസ്തവത്തിൽ ഭാഗവതത്തിൽ ഭഗവാനെ സംബന്ധിച്ചാണല്ലോ ഭാഗവതം. ഭഗവാൻ ആരാണ്? വദന്തി തത്വവിത്തത്വം യജ്ഞാനമദ്വയം ഭഗവാൻ. അപ്പോൾ ഭഗവാനായാലും ബ്രഹ്മായാലും പരമാത്മാവായാലും ഇത്തരത്തിലുള്ളതാണ്. അദ്വൈജ്ഞാനത്തിന്റെ ആ സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ ഈശ്വരനെ കണ്ടു, ഈശ്വരനെ ഞാൻ ഒന്ന് എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഭഗവാൻ, ആ ഭഗവാനെ സംബന്ധിച്ച ഭാഗവതത്തെ പ്രകീർത്തിക്കണമെങ്കിൽ അതിന്റെ മൂലം അറിയണം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം അറിയണം. അതിനുവേണ്ടി അവതീർണനായിട്ടുള്ള ഭഗവാൻ അച്ഛൻ സാക്ഷാൽ നാരായണൻ തന്റെ നാഭിയിൽ നിന്ന് ജനിച്ച പത്മത്തിൽ വളർന്ന ആ ബ്രഹ്മാവിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട നവമസ്കന്ധത്തിലെ 30 മുതലുള്ള ശ്ലോകങ്ങൾ. 30ാമത്തെ ശ്ലോകം, ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗ്രഹാണമധിതം മയാ. ആമുഖമായിട്ട് ഭഗവാൻ പറയുകയാണ്, എത്രയും ഗുഹ്യം യൻ ശാസ്ത്രം അനുഭൂതിയും അവ്വിധം ഭക്തിയും തത്സാധനവും എന്നാലും കേട്ടുകൊള്ളുക നീ പരമഗുഹ്യമാം എൻ വിജ്ഞാന യുക്ത ജ്ഞാനമരുളാം തദംഗവും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പരമഗുഹ്യമാണ് എന്റെ ജ്ഞാനം. നല്ലപോലെ മനസ്സ് വെച്ചില്ലെങ്കിൽ തെറ്റിദ്ധാരണ വളർത്താൻ അല്ലെങ്കിൽ വളരാൻ ഇടയുള്ള സങ്കേതത്തിലേക്ക് കടക്കുകയാണ്. എന്റെ ജ്ഞാനം വളരെയേറെ ഗുഹ്യമാണ്, ഒക്കൾട്ടാണ്, രഹസ്യം.
അപ്പോൾ പരമരഹസ്യമായിരിക്കുന്ന ഒരു ജ്ഞാനമാണ് എന്റേത്. അവിടെ എല്ലാം തന്നെ എന്റേത് എന്ന് പറയുമ്പോൾ ഈശ്വരൻ അന്യനല്ല എന്നുള്ളൊരു മനോഭാവത്തിൽ ഞാനെന്നുള്ള ശബ്ദത്തെ കണ്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾ വഴിതെറ്റും. എന്റെ ജ്ഞാനം വളരെയേറെ ഗുഹ്യമാണ്. നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ ആ എന്റെ എന്നുള്ള ശബ്ദത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം, ഞാനെന്ന് പറയുന്ന പരമാത്മതത്വം, ഞാനെന്ന് പറയുന്ന ജീവാത്മതത്വം രണ്ടും ഒന്ന് എന്നുള്ള ആ സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു വ്യക്തിഗത ജീവൻ, അത് എന്ന് പറയുന്ന പരമാത്മാവ് അത് സമഷ്ടി. അങ്ങനെ വ്യഷ്ടി സമഷ്ടി എന്ന് പറയുന്ന ഒന്ന് ചെറുത് ഒന്ന് വലുത് എന്നുള്ള വ്യത്യാസമല്ലാതെ, ഒന്ന് ഘടത്തിലുള്ള ആകാശവും മറ്റൊന്ന് മഹാകാശവും എന്നുള്ള രീതിയല്ലാതെ മറ്റു രീതിയിൽ ചിന്തിക്കാതിരുന്നാൽ പിടികിട്ടും. എന്റെ രഹസ്യമാണ്, എന്റെ ജ്ഞാനമാണ് അത് രഹസ്യം എന്നെ പറ്റിയുള്ളത്. ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ഞാനും എല്ലാം തന്നെ വാസ്തവത്തിൽ രഹസ്യമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഉടമകളാണ്. പക്ഷെ ഈ ജ്ഞാനം രഹസ്യമായത്, ഗോപ്യമായത് അതിനെ പരസ്യമാക്കുന്ന രീതിയിലേക്ക് ഭാഗവതം കൊണ്ടുവരികയാണ്. എന്താണ് ഈ രഹസ്യം? അപ്പൊ എന്നെ പറ്റിയുള്ള അറിവ്, ഞാൻ ആര് എന്നുള്ള അറിവ്, അത്തരത്തിൽ ബോധ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യ ഇവിടെ വരികയാണ്. ആരാണ് ഞാൻ? ഇവിടുത്തെ കിട്ടുന്നുണ്ടോ? ആരാണ് ഞാൻ എന്നുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉറപ്പിക്കുക. രമണ മഹർഷിയെ പോലുള്ള സുഹൃതികള് എന്നെപ്പറ്റി ഹുവാമൈ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ അവരുടെ തപസ് അത്തരത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള തപസ്സിന്റെ പരിണതഫലമായിട്ടാണ് ഈശ്വരനെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയുള്ള ബോധ്യം വന്നത്, പരമമായിരിക്കുന്ന ജ്ഞാനം, രഹസ്യമായിരിക്കുന്ന ജ്ഞാനം വെളിവായത് എന്ന്. അപ്പൊ ഒളിഞ്ഞു കിടക്കുന്ന വളരെ ഗോപ്യമായിരിക്കുന്ന എന്നെ പറ്റിയുള്ള, ആത്മാവിനെ പറ്റിയുള്ള, ജീവാത്മാവിനെ പറ്റിയുള്ള, പരമാത്മാവുമായിട്ട് ബന്ധിച്ചുള്ള ആ അറിവ് വളരെ ഗോപ്യമാണ്. ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗ്രഹാണമതിതം മയാ എത്രയും ഗുഹ്യം എൻ ശാസ്ത്രം അനുഭൂതിയും അവ്വിധം ഭക്തിയും തത്സാധനവും എന്നാലും കേട്ടുകൊള്ളുക നീ പരമഗുഹ്യമാം എൻ വിജ്ഞാനയുക്തജ്ഞാനം അരുളാം തദംഗവും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. എങ്ങനെയുണ്ട് ആ മുഖം? അപ്പൊ മുഖവരെ കുറിച്ചുകൊണ്ട് നാരായണൻ, പ്രത്യക്ഷനായ നാരായണൻ. ഒന്നുകൂടി ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്തെന്നില്ലാത്ത ഒരു സമുദ്രം, എത്തും പിടിയും കിട്ടാത്ത അനന്തമായിരിക്കുന്ന സമുദ്രം. അതിൽ അനന്തൻ എന്ന് പറയുന്ന ഒരു മെത്ത സർപ്പമായിട്ട് നമ്മുടെ സങ്കല്പം. ആ അനന്തമായിരിക്കുന്ന അനന്തൻ എന്ന് പറയുന്ന മെത്തമേലിങ്ങനെ അനന്തശായിയായിട്ട് വിരാജിച്ചെരുളുന്ന അനന്തപത്മനാഭൻ. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണ് എതിർച്ചയ ഒരു പത്മം, ഒരു താമരപ്പൂ ഇങ്ങനെ മുളച്ച് ആ ജലാശയത്തിന്റെ അല്ലെങ്കിൽ ജലധിയുടെ മുകളിലേക്ക് വന്നത്. അതിലാണ് മുകളിലേക്ക് ഒരു താമരപ്പൂ വിടുന്നത്. അതിലാണ് പത്മജൻ ഉണ്ടായത്, അതായത് ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവ് ഇവിടെ അദ്ദേഹത്തിന്റെ സൃഷ്ടി നടത്തിയതായിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തു നിന്നാണോ അദ്ദേഹം ഉടലെടുത്തത്, അത് താഴത്ത് അങ്ങ് അഗാധമായിട്ടുള്ള അനന്തശായി എന്ന് പറയുന്ന പത്മനാഭനിലും ആണ്. ആ ബന്ധം നോക്കുക. അങ്ങനെ താഴത്ത് കിടക്കുന്ന ഭഗവാൻ ഇങ്ങനെ ധ്യാനനിഷ്ഠരായിരിക്കുന്ന അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇതിന്റെ രഹസ്യമെല്ലാം തന്നെ നിനക്ക് പറഞ്ഞു തരാം മകനാണ്. ഇവിടെ തുടങ്ങുകയാണ് ഗുരുപരമ്പര. നാരായണം പത്മഭുവം. നമ്മൾ സ്മരിക്കുന്നത് നാരായണനിൽ നിന്ന് ബ്രഹ്മാവിലേക്ക്. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം. ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ആചാര്യസ്വാമികൾ ഉൾപ്പെടെ ആ പരമ്പര. അപ്പൊ എല്ലാ തരത്തിലും നാരായണൻ എന്ന് പറയുന്ന ഈ സൃഷ്ടികർത്താവിനും സൃഷ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെയും സൃഷ്ടിച്ച ഏതൊരു സൃഷ്ടികർത്താവാണോ ഇദ്ദേഹത്തിൽ നിന്ന് ഉൽപ്പന്നമായത്, ആ ഈശ്വര സ്വരൂപമാണ് നാരായണൻ, ആദ്യത്തെ ഗുരുവാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ അച്ഛനായിരിക്കുന്ന നാരായണൻ ഗുരുശ്രേഷ്ഠനായിട്ട് ഗുരു പാരമ്പര്യത്തിൽ പരമ്പരയിൽ ആദ്യത്തെ കണ്ണിയായിട്ട് വന്നിട്ടാണ് ഈ മുഖവുര. വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നെ പറ്റിയുള്ള തത്വം. ഇതിനെ ശുഷ്കിച്ച രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വന്നു കേൾക്കുന്ന, അല്ലെങ്കിൽ ബ്രഹ്മാവിന് അഭിമുഖനായിട്ട് നിൽക്കുന്ന നാരായണൻ എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ അച്ഛൻ പറയുന്നത് എന്റെ തത്വം, എന്റെ ജ്ഞാനം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ചിന്തിച്ചാൽ അവിടെയാണ് അബദ്ധം വരുന്നത്. ബ്രഹ്മാവ് മാറി നിന്നിട്ട് ബ്രഹ്മാവിൽ നിന്ന് വ്യത്യസ്തരായ നാരായണൻ നാരായണന്റെ തത്വം പറയുന്നു എന്നുള്ള മട്ടിൽ ചിന്തിച്ചിട്ട് നാരായണൻ വേറെ, അദ്ദേഹം വേറെ, ഞാൻ വേറെ എന്ന് പറഞ്ഞ് വേറെ എന്ന് പറയുന്ന ചിന്താഗതി വരുമ്പോൾ ഒക്കെ അബദ്ധജടിലമായി ഇന്ന് നടക്കുന്ന കോലാഹലങ്ങൾക്ക് എല്ലാത്തിനും കാരണം ഇതാണ്. അവിടെ മാറി നിന്നുകൊണ്ട് ഉപദേശിക്കുന്ന നാരായണൻ തന്നെയാണ് ഈ പറയുന്ന പത്മജൻ.
അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ആത്മാവെന്നല്ലേ വേദം പഠിപ്പിച്ചത്. അപ്പൊ അതേ രീതിയിൽ ഈ പറയുന്ന അച്ഛനായിരിക്കുന്ന നാരായണൻ തന്നെയാണ് ഈ പറയുന്ന പത്മഭുവനായിരിക്കുന്ന വസിഷ്ഠൻ. അത് മകന എന്നുള്ള രീതിയിൽ ആ സ്റ്റാറ്റസ് അത്തരത്തിലായി പോയി എന്ന് മാത്രം. അപ്പൊ ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു മട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമമില്ല എങ്കിൽ രണ്ടുപേരും രണ്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെ ചർച്ച ചെയ്യും. അങ്ങനെ രണ്ടായിട്ട് നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദ്വൈതത്തിലേക്ക് അദ്വൈതം എന്ന് പറയുന്ന അനുഭൂതി വരില്ല, ഭഗവാനെ കിട്ടില്ല. വദന്തി തത്വവിത്തത്വം യജ്ഞാനം നദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്ന ആ ഭഗവത് ശബ്ദത്തിന്റെ അർത്ഥം പിടികിട്ടത്. അപ്പൊ ഇദ്ദേഹം ഭഗവാനാണ് എങ്കിൽ, ബ്രഹ്മാവും ഭഗവാനാണ് എങ്കിൽ ഭഗവത് ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അദ്വൈത അനുഭൂതിയിലേക്ക് കടന്നേ മതിയാവൂ. അതുകൊണ്ടാണ് എന്റെ തത്വം എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും തത്വമാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന അവരെ പറ്റിയുള്ള അറിവാണ്. ബ്രഹ്മാവിനെ പറ്റിയും നമുക്ക് പൂർണ്ണബോധ്യം കിട്ടും, ഭഗവാനെ പറ്റിയും കിട്ടും. അപ്പൊ ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ പരസ്പര അഭിമുഖരായി ശ്രോതാവും വക്താവുമായിട്ട് നിൽക്കുമ്പോഴും രണ്ട് എന്നുള്ള മട്ടിൽ ആകാതെ അവിടെ ഞാനെന്ന് പറയുന്ന ശബ്ദം സമഗ്രമായിട്ട് ചിന്തിച്ചാൽ എല്ലാവരിലും കുടികൊള്ളുന്ന ആത്മതത്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വേണം ഇതിനകത്തേക്ക് കടക്കാൻ. അടുത്തതോ യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വം വിജ്ഞാനമസ്തുതേ മദനുഗ്രഹാത്. ആമുഖത്തിൽ രണ്ടാമത്തെ ശ്ലോകം 31. യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനം അസ്തുതേ മദനുഗ്രഹാത്. ഞാനാര്? രണ്ടു തരത്തിലും ചിന്തിച്ചോളൂ, വിരോധമില്ല. ഭഗവാനെ പറ്റിയാണ് പറഞ്ഞത്. ഞാനാര്? എൻ സത്ത എന്ത് എന്തൻ രൂപം കർമ്മം ഗുണങ്ങളും ആ ജ്ഞാനമൻ കാരുണ്യത്താലുണ്ടാവട്ടെ നിനക്ക് അജാ. അല്ലേ ബ്രഹ്മാവേ, എന്തൊക്കെയാണ് ഞാനാര്? ഈ ചോദ്യം വാസ്തവത്തിൽ ഈ ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്നുള്ള ഈ പ്രാപഞ്ചിക ചോദ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. എനിക്ക് എന്നെ മനസ്സിലായില്ലേ, ഓർമ്മയില്ലേ മുഖം എന്നുള്ള ചോദ്യം അല്ല അത്. അപ്പോ സത്യത്തിൽ ഈ പറയുന്ന ബ്രഹ്മാവിനോട് ഞാനാര് എന്നുള്ള ചോദ്യം സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് എന്നുള്ളത് മറക്കാതെ മുന്നോട്ട് പോയാൽ ഞാനാര്? എൻ സത്ത എന്ത്? നാരായണന്റെ സത്ത. അപ്പൊ ഈ നാരായണന്റെ സത്ത, അദ്ദേഹത്തിന്റെ സത്തായിരിക്കുന്ന ആ സത്യമായിരിക്കുന്ന ഒരവസ്ഥ, അത് എന്ത് ചോദിച്ചാൽ എന്റെയും സത്തയാണ്, കേൾക്കുന്ന ബ്രഹ്മാവിന്റെയും സത്ത മറ്റൊന്നല്ല എന്ന്. ഞാനാര്? എൻ സത്ത എന്ത് എന്തൻ രൂപം? എന്റെ രൂപം എന്താ? അപ്പോ നാരായണന്റെ രൂപം ചതുർബാഹുക്കളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രൂപമാണ്. ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടേക്കാണ് 4 കൈകളും 4 കൈകളില് ഈ പറഞ്ഞ ശംഖചക്ര ഗതാബ്ജങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് രൂപം എന്ന് ധരിക്കും. അതൊന്നുമല്ല ഭഗവാന്റെ രൂപം. എന്താ? ആത്മരൂപം. എന്താ ഈ അജൻ എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ രൂപം? ആത്മരൂപം. അപ്പൊ ഈ ആത്മരൂപന്മാരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട ശരീരം ഉള്ളത് കൊണ്ട് 2 തരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. അവിടെ വക്താവായി ശ്രോതാവായി എങ്കിൽ കൂടി ഞാനാര് എന്ന് ചോദിക്കേണ്ടത്, നിനക്ക് എന്നെ പറ്റി പറഞ്ഞു തരുമ്പോൾ നിനക്ക് നിന്നെ പറ്റി മനസ്സിലാവും, എന്നെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരുമ്പോൾ അത് തന്നെയാണ് നീയും എന്ന് ബോധ്യമാകും. പിടുത്തം കിട്ടുന്നുണ്ടോ? ഇവിടെയാണ് അദ്വൈതത്തിന്റെ അനുഭൂതി. ഞാനാര്? എന്ത് എൻ സത്ത എന്ത് എന്തൻ രൂപം കർമ്മം ഗുണങ്ങളും. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താ? എന്റെ ഗുണങ്ങൾ എന്താ? ഇവ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗോപ്യമാണ്. അതെല്ലാം തന്നെ ആ ജ്ഞാനം എൻ കാരുണ്യത്താൽ ഉണ്ടാകട്ടെ നിനക്ക് അജാ, എന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് സിദ്ധിക്കട്ടെ എന്ന്. ഗുരുവിന്റെ അനുഗ്രഹം. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തി എന്ന് നിങ്ങൾ പഠിക്കുമല്ലോ ഭാഗവതത്തിൽ. അപ്പൊ അതേ രീതിയിൽ തന്നെ ഗുരുവിന്റെ അനുഗ്രഹം അത് കൊടുത്തു. ഏതായാലും ആമുഖമായിട്ട് 2 ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് ആ ആമുഖത്തിൽ പറഞ്ഞത് എന്താ? എന്റേതായിട്ടുള്ള സത്ത നിനക്ക് മനസ്സിലാകണമെങ്കിൽ എന്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം കൊണ്ട് നിനക്ക് എന്റെ തത്വം മനസ്സിലാവും. എന്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നാലെ നമുക്ക് അതിനെ സ്വഭാവത്തിൽ കുറച്ചുകൂടി ഗഹനമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്ന നാരായണൻ സർവവ്യാപി, നാരായണനാരാ? ഈശ്വരൻ. ഈശ്വരൻ എവിടെ? എല്ലായിടത്തും. അപ്പൊ ഞാനാരാ? ഈശ്വരൻ. അപ്പൊ തത്വമസി എന്ന് പറയുന്ന വേദാന്ത പൊരുൾ അതിൻ്റെതായുള്ള അർത്ഥതലത്തിലേക്ക് നയിക്കുകയാണ് ഭഗവാൻ. ഇനി ഒന്നുകൂടി നമുക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അത് വ്യക്തമാകും. യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനം അസ്തുതേ മദനുഗ്രഹാത്. ഞാനാര്? എൻ സത്ത എന്ത് എന്തൻ രൂപം കർമ്മം ഗുണങ്ങളും ആ ജ്ഞാനം എൻ കാരുണ്യത്താൽ ഉണ്ടാകട്ടെ നിനക്ക് അജാ. മൽഭാവരൂപ ഗുണകർമ്മതത്വം നിന്നുള്ളിൽ
നിർഭരം തെളിയുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നേ. ഗുരുവിന്റെ അനുഗ്രഹം. ആദ്യത്തെ 2 ശ്ലോകങ്ങളാണ്. ഇന്നിപ്പോൾ വാസ്തവത്തിൽ ആലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ വീട്. ആലങ്ങാട് യോഗം അതിൻ്റെതായിട്ടുള്ളൊരു ഫംഗ്ഷൻ. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി വളരെ യുവാവായിരിക്കുന്ന അദ്ദേഹവും അതുപോലെ പന്തളത്തെ രാജപ്രതിനിധിയും ഒക്കെ ഉണ്ടായിരുന്നൊരു വേദിയിൽ വാസ്തവത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് അയ്യപ്പനെ. ആലങ്ങാട് യോഗം എന്ന് പറയുന്ന പേട്ട കെട്ടി അത്തരത്തിൽ തുള്ളാൻ നടക്കുന്ന ഒരു യോഗമാണ്. അതിന്റെ ബൃഹത്തായിരിക്കുന്ന ഭാവമെല്ലാം തന്നെ നഷ്ടപ്പെട്ട് സങ്കുചിത മനസ്ഥിതരായിട്ടുള്ള അനവധി പേര് അതിനെ വിഘടനവാദികൾ എന്നുള്ള രീതിയിൽ പല പല സംഘടനകളായിട്ട് മാറ്റിയിട്ട് തമ്മിത്തല്ലുന്ന രീതിയാണ് ഇപ്പോൾ. അപ്പൊ എല്ലാ തരത്തിലും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അയ്യപ്പന്റേതായുള്ള തത്വവും രസവും രഹസ്യവും ഇതെല്ലാം തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്നിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം തത്വമസിയുമില്ല, തത്വവുമില്ല. അതുകൊണ്ടാണ് അയ്യപ്പ തത്വവും സത്യവും നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ഇവിടെയും എന്താണ് ഇദ്ദേഹത്തിന്റെ സത്ത? ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മ ചൈതന്യത്തിന്റെ സത്യമായിരിക്കുന്ന ഒരവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാത്ത ഒരു വിഭാഗമായിട്ട് നമ്മൾ ഹിന്ദുക്കൾ മാറി. അതാണ് ഈ ജാതി മതവും അത്തരത്തിൽ വൃത്തികെട്ട ആ ചിന്താഗതികളെല്ലാം തന്നെ വന്നിട്ട് സമത്വം എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയത്. ആത്മീയമായിട്ടുള്ള വിഷയമാണ്, ഭൗതിക തലത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നതുമാണ്. നമ്മൾ ശുദ്ധ വ്യക്തികളായിട്ട് മാറിയാൽ അന്ധകരണമെല്ലാം തന്നെ ഇത്തരത്തിൽ സമത്വ ബോധമുള്ള രീതിയിലേക്ക് മാറിയാൽ, അതായത് ആത്മീയമായിട്ടുള്ള ഒരു പരിവേഷമുള്ള രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണകർത്താക്കളോ ആയാൽ ഇന്ന് കാണുന്ന ഈ കെടുതികൾ, ഇന്നത്തെ ഈ കൊടും ചെയ്തികൾ അല്ലെങ്കിൽ കെടുതികൾ ഇതെല്ലാം തന്നെ മാറും, യാതൊരു സംശയവുമില്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം നമുക്ക് സാധിക്കാനുള്ള മാർഗം മാനസികമായിട്ടുള്ള വളർച്ചയാണ്. മാനസികമായിട്ടുള്ള വളർച്ച മാത്രമല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഭാവത്തിലേക്ക് നാം നമ്മുടെ വിദ്യാഭ്യാസ തലത്തെ മാറ്റുകയും വേണം. ഇന്ന് മനസ്സെല്ലാം തന്നെ മുരടിക്കുകയാണ്, ദൈനംദിനം മുരടിക്കുകയാണ്, ശുഷ്കമായിരിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ തന്നെ ഐ ആം ദ ട്രൂത്ത് എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ഐ ആം ദ ലൈറ്റ് എന്നും ഐ ആം ദ പാത്ത് എന്നും പറഞ്ഞിട്ട് ഹി ഹു ഫോളോവത്ത് മീ വാക്കത്ത് നോട്ട് ഇൻ ഡാർക്ക്നെസ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന അച്ഛൻ പിതാവ് വേറെയുണ്ട്, ക്രിസ്തു മകനാണ്, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ തന്നെ നമ്മൾ ഹൈന്ദവ ചിന്താഗതി അനുസരിച്ച് അച്ഛനും മകനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള അദ്വൈത ഫിലോസഫിയില് ഞാനാണ് സത്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനാണ് സത്യം. എന്തു പറ്റിയെന്നറിയാമോ? ഒരു പ്രത്യേക വിഭാഗക്കാര് ക്രിസ്തുവിന്റെ പടവും ബൊമ്മയും ഇതെല്ലാം തന്നെ വെച്ച് അതാണ് സത്യം എന്ന് പറഞ്ഞ് അതിനെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതേപോലെ തന്നെ നാരായണന്റെ പ്രതിമ വെച്ചുകൊണ്ട് നാരായണനാണ് സത്യം എന്ന് പറഞ്ഞ് അതിനെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുക. തലയിൽ പുറത്തു വയ്ക്കേണ്ടതല്ല, തലയിൽ ഉള്ളിലാക്കേണ്ടതാണ്, അതായത് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ വാസ്തവത്തിൽ ഈ പറയുന്ന ബൊമ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിത്രം അതല്ല വാസ്തവത്തിൽ സത്യം, അതല്ല പറഞ്ഞതും. ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ എല്ലാവരോടും ബന്ധപ്പെട്ട് പറഞ്ഞാണ് ഞാൻ സത്യമാണ്. എല്ലാവരും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത്. രമണ മഹർഷി പറഞ്ഞത് എന്താ? ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം യഹമഹവിധി സാക്ഷാലാത്മരൂപേണ ഭാതി. നമ്മളെല്ലാവരും ആത്മഭാവത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാവരിലും ഉണ്ട് ഈ ഞാൻ. അത് ശുഷ്കിച്ചത്, സങ്കോചിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന സ്വാർത്ഥതയുള്ളത്, വ്യക്തിഗതം എന്ന് പറയാം. അങ്ങനെ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഓരോരുത്തരും കൊണ്ടു കിടക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഭാവം അത് ബൃഹത്തായിരിക്കുന്ന ഈശ്വരന്റെ ഞാനെന്ന് പറയുന്ന ഭാവമാണ് എന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തായി? സന്തോഷമായി, സംതൃപ്തിയായി, സന്തുലിത അവസ്ഥയായി, സമത്വമായി, യോഗമായി. അപ്പൊ ഈ യോഗാവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഞാൻ ആര് എന്ന് അറിയണമെന്ന് പറയുമ്പോൾ അവിടെ ഐ ആം ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ക്രിസ്തു മാത്രമല്ല, നമ്മൾ അനുധാവനം ചെയ്യുന്നവർ ഈ ജഗത്തിലുള്ള സകലചരാചരങ്ങളും സത്യമാണ്. കാരണം എന്താ? നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ വായിച്ചത്. ഈ കാണുന്ന സർവചരാചരങ്ങളും ഉണ്ടായത് അതിൽ നിന്നാണ്. സർവചരാചരങ്ങൾ സത്തായിരിക്കുന്ന ഈശ്വരന്റെ ആ ശോഭ കൊണ്ട്, പ്രകാശം കൊണ്ട് ശോഭിക്കുന്നതാണ്. അദ്ദേഹമല്ലാതെ മറ്റൊന്നല്ല, അന്യമല്ല എന്ന്. അപ്പൊ എല്ലാ തരത്തിലും അന്യമല്ലാത്ത ഈശ്വരനൊന്നും അന്യമല്ലാത്ത എല്ലാവരും ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കുമ്പോൾ, ഞാൻ ആരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യമാകുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനം. ക്രിസ്തുവിനെ പറ്റി മാത്രമല്ല, അദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും സത്യമാണ് എന്ന് ഉറപ്പിച്ചില്ല എങ്കിൽ ഗതികേട് വരും. ആ ഗതികേടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഞാൻ സത്യമാകുന്നു. അങ്ങനെ ഞാൻ സത്യമാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പ്രകാശമാകുന്നു. സത്യമാണെങ്കിൽ പ്രകാശമാണ്. ഇരുട്ട് എന്ന് പറയുന്ന എല്ലാം തന്നെ വിട്ടുപോയിട്ട് പ്രകാശം ഉജ്ജ്വലിക്കുന്ന പ്രകാശത്തിന്റെ വേദിയായിട്ട് അത് മാറുമ്പോൾ ഞാൻ പ്രകാശമായി. ആര്?
ക്രിസ്തു പ്രകാശമാണെന്ന് പറഞ്ഞ ബൊമ്മയും കൊണ്ട് നടന്നാൽ യാതൊരു ഗുണവും കിട്ടുകയില്ല. കൃഷ്ണൻ സത്യമാണെന്ന് പറഞ്ഞ് കൃഷ്ണൻ തലയിൽ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടന്നാൽ യാതൊരു ഗുണവുമില്ല. നേരെ മറിച്ച് ഞാൻ സത്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ സത്യമാണ് എന്ന് ഉറപ്പിച്ച്, ഞാൻ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രകാശമാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ട് പോയാൽ നമ്മൾ ഇരുട്ടത്ത് തപ്പിത്തടയുകയില്ല എന്നാണ്. ഇരുട്ടത്ത് തപ്പിത്തടയുകയില്ല. സുന്ദരമായിട്ടുള്ള പ്രയോഗമാണ്. അത് ആർഷമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെതാണ്. അത് വാസ്തവത്തിൽ അദ്ദേഹം കടമെടുത്തതെന്നല്ല, അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അദ്ദേഹം തികച്ചും ഒരു ആർഷ സംസ്കാരത്തിന്റെ ഉടമയുമാണ്. അപ്പൊ എല്ലാ തരത്തിലും ഞാൻ സത്യമാണ്, ഞാൻ മാർഗമാണ്, ഞാൻ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്തുടർന്നവർ നമ്മൾ നമ്മളെ പിന്തുടർന്നാൽ ഒരു അപകടവും ഉണ്ടാകുകയില്ല എന്ന്, നമ്മൾ എന്ന് പറയുന്ന ശരീരമല്ല എന്നുള്ള രീതിയിലേക്ക് വരണമെന്ന് മാത്രം. അപ്പോ നമ്മൾ എന്ന് പറയുന്ന ഓരോരുത്തരും നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന ജീവതത്വത്തെ ഈശ്വരതത്വമായിട്ട് കണ്ട് ആ ആത്മതത്വം പ്രകാശമാണ്, അതാണ് സത്യം എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ പിന്നാലെ പോകുന്നവൻ ഇരുട്ടിൽ തപ്പിത്തടയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. പിടുത്തം കിട്ടിയാവോ? ഞാനെന്ന് പറയുന്ന ആത്മതത്വമാണ് എന്നും ആ ആത്മതത്വം സത്യമാണ് എന്നും ആ ആത്മതത്വമാണ് സത്യമായിരിക്കുന്ന പ്രകാശമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനാനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇരുട്ടിൽ തപ്പിത്തടയുകയില്ല, അജ്ഞാനത്തിൽ ആണ്ട് നശിക്കുകയില്ല എന്ന് തന്നെ പൊരുൾ വളരെ വ്യക്തമാണ്. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും. ഞാൻ ആര്? അപ്പൊ ഞാനാര്? എൻ സത്ത എന്ത്? എന്തൻ രൂപം കർമ്മം ഗുണങ്ങളും ആ ജ്ഞാനമൻ കാരുണ്യത്താൽ ഉണ്ടാകട്ടെ നിനക്കജ. ഈശ്വരന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇത് തോന്നുകയില്ല. നമ്മൾ ശുഷ്കിച്ച മതചിന്താഗതികൾ വച്ചു പുലർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് തുല്യം സങ്കുചിതമായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉള്ളുവലിഞ്ഞിട്ട് എല്ലാ തരത്തിലും വളരെ തന്റേത് എന്ന് പറയുന്ന സ്വാർത്ഥ തൽപരം ആയിരിക്കുന്ന പ്രവൃത്തികൾ പോയതുകൊണ്ട് എന്തുപറ്റി? ബൃഹത്തായിരിക്കുന്ന ആത്മചൈതന്യത്തെ, സത്യമായിരിക്കുന്ന പ്രകാശത്തെ മനസ്സിലാക്കാൻ പറ്റാതെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിത്തടയുക. മതങ്ങളെ കൊണ്ട് യാതൊരു ഗുണവും കിട്ടാതെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. മതത്തെ വേണ്ട രീതിയിൽ വിശകലനം ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ്. അവ ആരാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയ ഈശ്വരൻ തന്നെ അവതരിച്ചുകൊണ്ട് ബ്രഹ്മാവെന്ന് പറയുന്ന പുത്രനാണ് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ ആര്, എൻ സത്ത എന്ത്, എന്തൻ രൂപം കർമ്മം ഗുണങ്ങളും ആജ്ഞാനം എൻ കാരുണ്യത്താൽ ഉണ്ടാകട്ടെ നിനക്കജ. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മബോധം തെളിയുകയുള്ളൂ, ആ പ്രകാശം ഉണരുകയുള്ളൂ, ആ രഹസ്യമെല്ലാം തന്നെ ചോർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണാർത്ഥം അതാണ് ചതുശ്ലോകി 4 ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കുക. അഹം ഏവാസമേവാഗ്രേ നന്യത് സദസത്പരം പശ്ചാത്തകം യതേതച്ചയോ അവശിഷ്യേത സുസ്മ്യഹം. മുമ്പേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല കാരണകാര്യമായി. സൃഷ്ടിക്കു ശേഷവും ഞാൻ താൻ ശേഷിച്ചിടുന്നതും. ആദിയിൽ ഞാൻ എന്നിയേ അസത്വം സത്വമായി യാതൊന്നും തന്നെ ഇല്ലായിരുന്നു പിതാമഹ. സൃഷ്ടിക്കു ശേഷം ലോകസ്വരൂപനായി കൺമതും മറ്റാരുമല്ല ശേഷിപ്പോനും ഈ ഞാൻ താനല്ലോ. അതാണ് ചതുശ്ലോകിയിലെ ആദ്യത്തെ 32 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജന്മനി തദ്വിജ്ഞാത് ആത്മനോ മായാം യഥാഭാസോ യഥാതമഃ. ഇല്ലാത്തത് ഉള്ളതായി ഉള്ളതില്ലാത്തതായും ഉള്ള തോന്നലും ആഭാസനും തമസും പോൽ കാൺക നീ മമ മായയെ. ഉള്ളതില്ലാത്തതായും ഇല്ലാത്തതുള്ളതായും ഉള്ളത്തിൽ തോന്നിപ്പതാണ് എൻ മായതൻ സ്വരൂപം. കണ്ണാടിയിലെ ഛായ വാസ്തവരൂപമെന്നും മണ്ഡലസ്തമം തമസ് ഇല്ലെന്നും തോന്നും പോലെ. ആദ്യം ഞാൻ ആര് എന്ന് പ്രഖ്യാപിച്ചു, രണ്ടാമത് എന്റെ മായ എന്താണെന്ന് പ്രഖ്യാപിച്ചു. ഇതെല്ലാം തന്നെ കണക്ട് ചെയ്ത് പോകണം എങ്കിലേ വ്യക്തമാകുകയുള്ളൂ. അതിൽ അടുത്ത ഞായറാഴ്ചത്തെ ഭാഗമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് 34 2 ശ്ലോകങ്ങളും കൂടി വരുമ്പോൾ ചതുശ്ലോകി കഴിയാണ്. 34 യഥാമഹാനി ഭൂതാനി ഭൂതേഷു ചാവജേഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാദേശു നദേശുഹം. ഉച്ചനീചം പദാർത്ഥത്തിൽ മഹാഭൂതങ്ങളെന്ന പോൽ ഏതിലും ഞാൻ സംപ്രവിഷ്ടൻ അപ്രവിഷ്ടനും ആണു ഞാൻ. ഭൂതജാലത്തിൽ പ്രവിഷ്ടങ്ങളെങ്കിലും
മഹാഭൂതങ്ങളവയിൽ പ്രവിഷ്ടങ്ങളല്ലാത്ത പോൽ ജീവരൂപനായി പ്രവേശിച്ചതായി തോന്നിയിടിലും സർവരൂപി ഞാൻ പ്രവേശിച്ചിടുന്നില്ല ഒന്നിലും. എങ്ങനെയാണ് വാസ്തവത്തിൽ ആത്മാവ് പ്രവേശിക്കുന്ന ഓരോ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്? പ്രവേശിച്ചതായി തോന്നുന്നു, പക്ഷേ പ്രവേശിക്കുന്നില്ല എന്ന് നമ്മളെ എല്ലാം തന്നെ സങ്കീർണമായിട്ടുള്ള സംഗീതത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് എന്തെന്നില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് പ്രയോഗങ്ങളെല്ലാം തന്നെ. ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റിയെടുത്തേ മതിയാകൂ. ചതുശ്ലോകിയില് 4-ാമത്തെ ശ്ലോകം, ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയം വ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവദാ. അന്വയം വ്യതിരേകങ്ങൾ കൊണ്ട് ഏതുണ്ട് എന്നുമേതിലും അതുതാൻ തത്വജിജ്ഞാസു അറിയേണ്ടുന്നത്, അറിയേണ്ടുന്ന വാസ്തവം. തത്വജിജ്ഞാസുവായോൻ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഇത്ര മാത്രമേയുള്ളൂ, ചിന്തിച്ചു നോക്കിയിടുകിൽ. അന്വയം വ്യതിരേകമട്ടിൽ എപ്പോഴും എങ്ങും അന്യൂനം ഇരിപ്പതേത്, ഏതാണ് അത് ആത്മസ്വരൂപം. 4 ശ്ലോകങ്ങളാണ്. അതിന്റെ മലയാളീകരണവും കൂടെ വായിച്ച് ഇങ്ങനെ പോയി മനസ്സിൽ ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ വാസ്തവത്തിൽ വീണ്ടും അതിലുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ അനാവരണം ചെയ്യാനായിട്ട് നോക്കാം. അതെല്ലാം തന്നെ പഠനത്തിന്റെ വിഷയങ്ങളാണ്. ഏറ്റവും ഒടുവിൽ അതിന്റെ ഉപക്രമം എന്ന് പറയുന്ന പോലെ ഒരു ഉപസംഹാരം. ഉപക്രമ ശ്ലോകങ്ങൾ 2 പിന്നെ 4 ചതുശ്ലോകി, പിന്നെ 1 ഉപസംഹാരമായിട്ട് ഏതന്മതം. ഞാൻ ഈ പറഞ്ഞതെല്ലാം അല്ലയോ പിതാമഹ, അല്ലയോ ബ്രഹ്മദേവ, കേട്ടല്ലോ നീ, അതെന്ത് ചെയ്യണം? ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതീ കർഹിജേത്. വെറുതെ കേട്ടിട്ട് പോയാൽ പോരാ. ഭാഗവതം കേൾക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണിത്. വെറുതെ കാഷ്വലായിട്ട് ഇങ്ങനെ യാന്ത്രികമായിട്ട് കേട്ട് പോകുന്നതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടുകയില്ല എന്ന് ഇവിടെയും ഭഗവാൻ പറയുകയാണ്. ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതീ കർഹിജേത്. ചിത്ത ഏകാഗ്രത്തോടും കൽപ്പവികൽപ്പങ്ങളിലും ഭവാൻ ഇത്തത്വം അനുവർത്തിച്ചാൽ വരാ മോഹം ഒരിക്കലും എന്ന ഒരു പരിഭാഷ. മറ്റൊന്ന് പരമസമാധിയിലിരുന്ന് അങ്ങോട്ട് വളയും. അതുപോലെ തിരുവുമ്പും തമ്മിലുള്ള ഈ പരിഭാഷയിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ തിരുവുമ്പിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഈ പറയുന്ന മുഴങ്ങോട്ട് വിളയുടെ പരിഭാഷ. അത് കൂടുതൽ വാക്കുകൾ ചേർത്തുകൊണ്ട്, കാരണം എന്നാലും തന്നെ പൂർണ്ണമാകുന്നില്ല എങ്കിൽ കൂടി. പരമസമാധിയിലിരുന്ന് ഈ മതം നേരെ പരിചിന്തനം ചെയ്യുക നീ നിരന്തരം, എന്നാൽ വരികയില്ല കൽപ്പവികൽപ്പങ്ങളിൽ പിന്നെ ഒരു കാലത്തും തവ സമോഹം വിധാതാവേ. മോഹമില്ലാതിരിക്കാൻ, മോഹമായിരിക്കുന്ന മായയിൽപ്പെടാതിരിക്കാൻ, മായാജന്യമായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സംസാരത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ നീ സമാധിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഉറപ്പിക്കണമെന്ന്. അങ്ങനെ 4+3 2 ഉപക്രമ ശ്ലോകങ്ങളും 4 ചതുശ്ലോകി ശ്ലോകങ്ങളും, അത് കഴിഞ്ഞ് അവസാനം ഉപസംഹാരം എന്ന് പറയുന്ന ശ്ലോകവും ഉൾപ്പെടെ 4, 3, 7 ശ്ലോകങ്ങൾ അപഗ്രഥിച്ചു പഠിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് നമ്മളിങ്ങനെ ഓടിപ്പോയ ചില ഭാഗങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിച്ചു, സുഖബ്രഹ്മം, അതുപോലെ അവതാര കഥകളെല്ലാം തന്നെ പറയുന്ന കൂട്ടത്തിലും ഈ ജഗത്ത് എന്ന് പറയുന്ന ഈശ്വര സ്വരൂപം, അതിന്റെ അരക്കെട്ട് മുതൽ മേൽക്കോട്ടേക്കും അരക്കെട്ട് മുതൽ താഴത്തേക്കുമുള്ള ആ ചതുർദശ ലോകങ്ങൾ, 14 ലോകങ്ങൾ, അതിനെപ്പറ്റിയെല്ലാം തന്നെ വിവരിക്കുന്ന രംഗങ്ങളും കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്ന് നമുക്ക് ചിന്തിക്കാൻ ശ്രമിച്ചാൽ അവിടെയും വാസ്തവത്തിൽ ഒരു സാധന സമ്പന്നമായിരിക്കുന്ന മുഹൂർത്തം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും. യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു അവസരം നമുക്ക് ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചതുശ്ലോകി ഉൾപ്പെടെ 9-ാമത്തെ അധ്യായം കഴിഞ്ഞ് 10-ാമത്തെ അധ്യായം കൂടി നമ്മൾ അടുത്ത ആഴ്ച കഴിച്ചുകൂട്ടിയാൽ നമുക്ക് ഈ പറയുന്ന ദ്വിതീയ സ്കന്ധം, 2-ാമത്തെ സ്കന്ധം എന്ന് പറയുന്ന ഭാഗവതത്തിന്റെ സംഗ്രഹം, ഏതൊരു സംഗതിയാണോ വാസ്തവത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് അത് മുഴുവൻ സംഗ്രഹിച്ച് അതെല്ലാം തന്നെ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്ന ആ സുഖബ്രഹ്മത്തിന്റെ അദ്ദേഹത്തിന്റെ രീതി, അത് വാസ്തവത്തിൽ എല്ലാ കൃതികളിലും നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലുള്ള ആ സംഗതിയെല്ലാം തന്നെ സൂചിപ്പിച്ചു മുൻപ്. അപ്പൊ അതേ രീതിയിലുള്ള സംഗ്രഹിച്ചുള്ള ഈ പറച്ചിൽ, അതിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ് ഭാഗവത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം നമുക്ക് അടുത്ത ഞായറാഴ്ചയോടുകൂടി ദ്വിതീയ സ്കന്ധത്തിന്റെ പൂർത്തീകരണത്തോടുകൂടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം.
സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.